ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള വെക്റ്റർ കാൽക്കുലസിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് അസൈൻമെൻറ്റുകളും ഹോംവർക്കുകളും തന്നിരുന്നു. രണ്ടാളുകളാണ് അത് ചെയ്ത് പൂർത്തിയാക്കി ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ നല്ലൊരു മുന്നേറ്റമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്റ്ററിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും നമ്മളൊരു പുതിയ ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്നിടത്തോളം കാലം ഫിസിക്സ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ നമ്മൾ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ പോകുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പ്രതിഭാസങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ പ്രകൃതിയുടെ ഒരു ഗണിതശാസ്ത്ര സ്വഭാവം എങ്ങനെയാണ് എന്ന് പഠിക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നടത്താൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടും ഒപ്പം തന്നെ ഡെൽ ഓപ്പറേറ്ററിനെ കുറിച്ചിട്ടുമാണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണ്? നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് ഞാൻ y is equal to x square എന്ന് ഞാൻ പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ? നമുക്ക് മനസ്സിലാവും. വളരെ എലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാകും. എങ്കിലും എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്, വൈ എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്. ഇവിടെ എക്സിന് ഏത് വാല്യൂവും എടുക്കാം അല്ലേ? തീർച്ചയായിട്ടും ഏത് വാല്യൂ എടുക്കാം. 0, 1, 2, 1.5, -1, വട്ട് എവർ വാല്യൂസ് ഇറ്റ് ക്യാൻ ടേക്ക്. പക്ഷേ വൈക്ക് അതുപോലെ എല്ലാ വാല്യൂസും എടുക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? എക്സിൻ്റെ വാല്യൂവിൻ്റെ സ്ക്വയർ എന്താണോ അതാണ് വൈ. സോ ഹിയർ എക്സ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് while y is dependent. Am I right? Dependent. So this y depends on x. Clear? Now നമുക്കറിയാം, there are certain functions usually which are not only a function of one independent variable but more than one independent variable. For example, ഞാൻ വളരെ നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുക ഒരു ഒരു മല നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, മലയായതുകൊണ്ട് നമുക്ക് പച്ച നിറത്തിൽ കാണിക്കാം. ഇതാണ് മലയുടെ ഹൈറ്റ് എന്ന് വിചാരിക്കുക. മലയുടെ ഹൈറ്റ് സൂചിപ്പിക്കുന്നത് ഇതാണ്. സോ ഇങ്ങനെ ഒരു മലയുണ്ട്, നമുക്ക് ഇഷ്ടത്തിലുള്ള ഒരു മലയുണ്ട് എന്ന് വിചാരിക്കാം. ആ മലയുടെ അടിവാരമാണ് ഇത്. ഓക്കെ, ഇനി ആ മല നിൽക്കുന്നത് ഒരു പ്ലെയിനിലായിരിക്കുമല്ലോ. ഓക്കെ, ലെറ്റ് us say this is x. ഇനി അങ്ങോട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് y. x, y, and let us say this is the height of the mountain. ഓക്കെ, ഹൈറ്റിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഇത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് താഴെയുള്ള പ്ലെയിനാണ്. ഈ എക്സ് വൈ എന്ന് പറയുന്നത് മലയുടെ മലയെ നെടുകെ ഛേദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൗണ്ടിലുള്ള പ്ലെയിനാണ്. ഈ ഗ്രൗണ്ടിൽ എക്സ് വൈ എന്ന് പറയുന്ന ഏത് പോയിൻ്റ് എടുത്താലും, ഓക്കെ, ലെറ്റ് us say this is ഫോർ എക്സാമ്പിൾ x1, y1 എന്ന് ഞാൻ പറയുന്ന ഒരു പോയിൻ്റ് എടുക്കുന്നു. ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നേരെ മുകളിലേക്ക് നോക്കൂ, അതിനൊരു ഹൈറ്റ് ഉണ്ടാവും. റൈറ്റ്? ഇത് അടിയാണ് കേട്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹൈറ്റ് ഉണ്ടാവും. ഇവിടെ നിങ്ങളൊരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഈ മൊത്തം പ്ലെയിനിലെ ഓരോ പോയിൻറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് മലയ്ക്കുണ്ട്. എന്ന് പറഞ്ഞാൽ മലയുടെ ഹൈറ്റ് എന്തിൻ്റെയൊക്കെ ഫങ്ഷനാണിപ്പോൾ? H is a function of now x and y. H is a function of x and y. Now height of the mountain is depending upon two variables which are x and y. Is it clear? So now
ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു ഭംഗിയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. നമ്മളിവിടെ ഏതെങ്കിലും ഒരു എക്സിനെ, ഞാനതിൻ്റെ ഓക്കെ ബ്ലൂ എടുക്കാം, ഏതെങ്കിലും ഒരു എക്സിനെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. ഓക്കെ, ഇവിടെ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. ആ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്, അപ്പം മല ഇങ്ങോട്ടൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് മലയുടെ മുകളിലൂടെ പോവാണ്. അപ്പോഴൊക്കെയുള്ള എക്സിൻ്റെ വാല്യൂ ഏതാണ്? ഇത് തന്നെ, ഇതാണ് എക്സിൻ്റെ വാല്യൂ. എന്നിട്ട് വൈയിൽ വേരി, അപ്പോൾ വൈയിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ സൈഡ് വരെ പോയി. ഓക്കെ, സോ നിങ്ങൾ ഒരു എക്സ് കോൺസ്റ്റൻ്റായി നിർത്തിക്കൊണ്ട് വൈയിൽ ചേഞ്ച് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വൈയിലുണ്ടാകുന്ന ഓരോ സ്മോൾ ഇൻക്രിമെൻറ്റിനും, ചെറിയ മാറ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്? ഇവിടെ ഹൈറ്റിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഓരോ ഹൈറ്റാണ്. ക്ലിയർ ആണല്ലോ? ഉള്ള ഓരോ ഹൈറ്റാണ്. ക്രോസ് സെക്ഷൻ എടുക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ ഈ വൈ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് മലയെ മുറിച്ചതുപോലെ ഉണ്ട്. ഓരോ വൈ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഒരു ഹൈറ്റ് ഉണ്ടാവും. ക്ലിയർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ദാറ്റ് മീൻസ് വി ആർ കീപ്പിംഗ് ദ എക്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഫോർ എവറി ഇൻക്രിമെൻറ്റ് ഇൻ y there will be a corresponding increment in h. That means this can be, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പണിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? This can be represented as dh by dy. Y is changing, keeping the x constant. This is how we represent. Now നേരെ തിരിച്ച് നമ്മൾ വേറെ രീതിയിൽ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഞാൻ വൈ എ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നു. ഓക്കെ, വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നു. എന്നിട്ട് എക്സിൽ വേരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോറി, ഇങ്ങനെ ഇതിൻ്റെ ചെറുക മുറിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. വാട്ടെവർ. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇവിടെ വൈയിലെ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയി എക്സിലുണ്ടാകുന്ന ഓരോ മാറ്റത്തിനും കറസ്പോണ്ടിങ് ആയി ഇവിടെ നമുക്കൊരു ഹൈറ്റ് കാണാൻ പറ്റും. So that simply means change in h with respect to a change in, x, right? Yeah, change in h with respect to a change in x, keeping the y constant. Alright. Now, suppose you are moving in some oblique way. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ മാത്രമല്ല, നമുക്ക് തോന്നുന്ന ഡയറക്ഷനിൽ നമ്മൾ സഞ്ചരിക്കും. സോ സം വേ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. സോ ഹൗ വിൽ ബി ദ ചേഞ്ച്? the h will be changing. So the change in h will be simply this change plus this change, right? So that means there will be a change. Now ഈ രണ്ടിലും ചേഞ്ച് ഉള്ളതുകൊണ്ട് we will be using the partial derivative. That means h now depends upon the change in y. The change in x, h depends upon change in x, as well as change in h again depends upon change in y. So ഇത് രണ്ടിലും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് we have to use partial derivatives. Partial derivatives are usually represented by del. So usually del or dou. So dou h by dou x in the direction x cap plus dou h by dou y in the direction y cap. So that is how the change happens in h usually. Okay, h il undaguna change inde oru form aanu. So this I can write del h as. So now we define an operator which is called del operator. The del operator here is simply dou by dou x cap plus dou by dou y cap plus dou by dou z cap. സപ്പോസ് 3 വേരിയബിൾ ആണെങ്കിൽ 3 ഡയമെൻഷൻ ആയതുകൊണ്ട്, സോ സപ്പോസ് 3 സെറ്റിനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതായിരുന്നുവെങ്കിൽ വി വിൽ ബി റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് സെറ്റ് ഓൾസോ. സോ ദിസ് ഈസ് ദ ഡെൽ ഓപ്പറേറ്റർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. നൗ എന്താണ് ഡെൽ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ ഓൺ. Now this height, as you know, height is a what quantity? It's a scalar quantity. So this del operator has a direction. See this.
നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പ്ലസ് അല്ലേ, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ഓപ്പറേഷനുകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നൗ ദിസ് ഡെൽ ഓപ്പറേറ്റർ ഹാസ് എ direction. Simply means that the del operator is a vector. The operator itself becomes a vector now. നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓപ്പറേറ്ററിന് ഡയറക്ഷൻ ഉള്ള ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. സോ ദാറ്റ് ഓപ്പറേറ്റർ ഈസ് ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്ററിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഫോമാണ് ഡോ ബൈ ഡോ എക്സ് എക്സ് ക്യാപ്, ഡോ പ്ലസ് ഡോ ബൈ ഡോ വൈ വൈ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് സെറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം മാത്രമല്ല, നിങ്ങൾ പ്ലസ് 2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദർ ആർ അതർ കോർഡിനേറ്റ് സിസ്റ്റം ഓൾസോ. ഫോർ എക്സാമ്പിൾ യു വിൽ ഹാവ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആർ തീറ്റ എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നതിന് പകരം ആർ തീറ്റ ഫൈ എന്ന് പറയുന്ന 3 വേരിയബിളാണുള്ളത്. സോ ദർ വിൽ ബി എ ഡെൽ ഓപ്പറേറ്റർ ഇൻ spherical polar coordinate system, and if you are considering cylindrical polar coordinate system, then obviously there is a del operator corresponding to cylindrical coordinate system. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് നമ്മൾ ഫിസിക്കൽ മീനിങ്ങിൽ എത്തിയിട്ടില്ല. ചിലരെങ്കിലും കൺഫ്യൂഷനിലേക്ക് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മലയുടെ എന്താണ് എന്നുള്ളതിൻ്റെ ഇപ്പോൾ സോ നൗ ഈ ഡെൽ ഓപ്പറേറ്ററിനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ആ സങ്കേതം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നമുക്കിനി കുറച്ചുകൂടി വിശദമായി നോക്കാം. ഓക്കെ, സോ ഈ ഡെൽ ഓപ്പറേറ്റർ, സിൻസ് ദിസ് ഈസ് എ വെക്റ്റർ, റൈറ്റ്, ദിസ് ഈസ് എ വെക്റ്റർ, ഇറ്റ് ക്യാൻ ആക്ട് ഓൺ എ സ്കാലർ ആസ് വെൽ ആസ് എ വെക്റ്റർ. മനസ്സിലായല്ലോ? ഒന്നുകിൽ ഈ ഡെൽ ഓപ്പറേറ്ററിന് ഒരു സ്കാലറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാം, സ്കാലർ ക്വാണ്ടിറ്റി. സോ ദിസ് വെക്റ്റർ ക്യാൻ സിംപ്ലി ആക്ട് ഓൺ എ സ്കാലർ, ദാറ്റ് ഈസ് കോൾഡ്, സ്കാലറിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ഗ്രേഡിയൻറ്റ് ഓഫ് ഓക്കെ, ഗ്രേഡിയൻറ്റ് ഓഫ് എഫ്. ഓക്കെ, നൗ ഇഫ് ഇറ്റ് ആക്ട്സ് ഓൺ, ഇനിയിപ്പോൾ ഇത് വെക്ടറാണ്, അപ്പോൾ വെക്ടറുകൾക്കിടയിൽ സപ്പോസ് ഇറ്റ് ആക്ട്സ് ഓൺ അനദർ വെക്ടർ, ലെറ്റസ് എ വെക്ടർ എ. 2 രീതിയിൽ ആക്ട് ചെയ്യാൻ നമുക്കറിയാം. വെക്ടറിനിടയിൽ എന്ത് പോസിബിളാണ്? ഡോട്ട് പ്രൊഡക്റ്റും പോസിബിളാണ്, വെക്ടറുകൾക്കിടയിൽ ക്രോസ് പ്രൊഡക്റ്റും പോസിബിളാണ്. If you are talking about dot product, it is called divergence. So we will talk what is divergence, then curl എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്കൽ മീനിങ് അല്ലേ? ചുഴി. അപ്പോൾ ഇതൊക്കെ ചുഴി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഇനി കാണാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us consider what is the meaning of gradient of f. So when del operator acts on a scalar function. Scalar function എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ which has no direction, right? No direction. For example, if you consider an example like height of a mountain. Here you have a height of a mountain. Height is a സ്കാലർ ക്വാണ്ടിറ്റി. എച്ച് എന്ന് പറയുന്നത് സ്കാലർ, അതിന് ഹൈറ്റിന് ഡയറക്ഷൻ ഒന്നുമില്ല, റൈറ്റ്? ദർ ഇസ് നോ ഡയറക്ഷൻ ആസ് ഫാർ ആസ് ഹൈറ്റ് ഇസ് കൺസേർഡ്. സോ വി ക്യാൻ സേ എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഒബ്വിയസ്ലി എക്സ് ആൻഡ് വൈ നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു. സോ ഡെൽ എച്ച് now means something, how the change in x affects the height in the I direction or x direction, plus how the change in y affects the height in y direction. Okay, but this idum namukku ippo endha sambhavam ennu manasayilla. Now we obviously got something that this del h, that means the gradient of h is some quantity which has direction. Gradient of h means now എന്താണ്, എച്ചിന് ഡയറക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ now if it acts on a scalar, the quantity after the resultant quantity has a direction. ഇനി എന്താണ് ഈ സാധനം നമുക്ക് നോക്കാം. now നമുക്കറിയാം h എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ഒരു ഫങ്ഷനാണ് എന്ന് വിചാരിക്കുക. എക്സിൻ്റെയും വൈയുടെയും ഫങ്ഷനാണ്. ഓക്കെ, so what is dh then? Change in h നമുക്കറിയാം,
നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ചേഞ്ച് ഇൻ എച്ചിലുണ്ടാകുന്ന സ്മോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ എച്ച് ബൈ ഡോ എക്സ്, റൈറ്റ്, പ്ലസ് ഡി എക്സ് പ്ലസ് ഡോ എച്ച് ബൈ ഡോ വൈ ഡി വൈ. ഇതാണ് നമ്മുടെ ഡി എച്ചിലുണ്ടാകുന്ന ചേഞ്ച്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, so this is the definition for partial derivative. How h changes? It is the change in എക്സിലുണ്ടാകുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയി എച്ചിലുണ്ടാകുന്ന ചേഞ്ച് പ്ലസ് വൈയിലുണ്ടാകുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. സോ ദിസ് ഈസ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ എച്ച്. ദിസ് ഈസ് ഹൗ ദ എച്ച് ചേഞ്ചസ്, ടോട്ടൽ ചേഞ്ച്. നമുക്ക് നോക്കാം. ഈ ഡി എച്ചിനെ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റുമല്ലോ. സോറി, ഡി എക്സ് അല്ല, ഡി എച്ച്. ഓക്കെ, വാട്ട് ഈസ് ഡി എച്ച്? ഇതാണ് ഡി എച്ച്, നമ്മുടെ മുകളിലുണ്ട് അല്ലേ. സോ ദാറ്റ് ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. സോ നോക്കൂ, ഡോ എച്ച് ബൈ ഡോ എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡോ എച്ച് ബൈ ഡോ വൈ വൈ ക്യാപ് ഡോട്ട് ഡി എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡി വൈ വൈ ക്യാപ്. ഓക്കെ, ജസ്റ്റ് a minute. സോ എനിക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇത് ക്ലിയർ ആണല്ലോ. സോ നൗ ദിസ് ഈസ് സിംപ്ലി സംതിങ് മീൻസ് ഡെൽ എച്ച് ആണല്ലോ. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡെൽ എച്ച് ആണ് അല്ലേ. സോ സി ഹിയർ, ദിസ് ഈസ് ദ ഡെൽ എച്ച്, റൈറ്റ്, ദിസ് ഈസ് ദ ഡെൽ എച്ച് ഡോട്ട് വാട്ട്. ഇതെന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും. ഡി എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡി വൈ വൈ ക്യാപ്. ദാറ്റ് സിംപ്ലി മീൻസ് സം ആർബിട്രറി ഷോർട്ട് വെക്ടർ ഡി എസ്. എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ഡയറക്ഷനിലുള്ള, അതായത് എക്സ് ഡയറക്ഷൻ, ക്യാപ്പ് ഡയറക്ഷനിൽ, വൈ ക്യാപ്പ് ഡയറക്ഷനിലുള്ള ഒരു സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇറ്റ്സ് കോൾഡ് ഡി എസ്. സോ ദിസ് ഈസ് ബേസിക്കലി ഡി എസ് ഓർ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എസ് ഓർ ഡി എൽ, വാട്ട് എവർ യു വാണ്ട് കോൾ ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഡി എസ്. സോ ഈ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റാണ് ഡി എച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നൗ വാട്ട് ഈസ് ദാറ്റ്? ഡെൽ എച്ച് മോഡ് ഡെൽ എച്ച്. എ ഡോട്ട് ബി എന്താണ്? എ ബി കോസ് തീറ്റ. സോ സിംപ്ലി ഡെൽ എച്ച് മോഡ് ഡി എസ് കോസ് തീറ്റ, റൈറ്റ്. സോ ഡി എച്ച് ഈസ് ഡെൽ എച്ച് ഡി എസ് കോസ് തീറ്റ. ഇനി നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ്ങിനെ കുറിച്ച് ആലോചിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഡി എസ് ഇസ് സം ആർബിട്രറി വെക്റ്റർ. സോ സിംപ്ലി ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഡി എസിൽ പോവാലോ. ഈ ഡയറക്ഷനിലോ ഈ ഡയറക്ഷനിലോ ഈ ഡയറക്ഷനിലോ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഈ ഡി എസ് എന്ന് പറയുന്നത് എടുക്കാം. പക്ഷേ എപ്പോഴാണ് ഡി എച്ചിന് മാക്സിമം വാല്യൂ വരിക? ഡി എച്ചിന് മാക്സിമം വാല്യൂ വരിക ഇറ്റ് ഈസ് വെൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് കോസ് ഡെൽ എച്ചിൻ്റെയും ഡി എസിൻ്റെയും ഡയറക്ഷൻ സെയിം ആവുന്ന സമയത്ത്. സോ സിംപ്ലി ദാറ്റ് മീൻസ് അതിൻ്റെ അപ്പോൾ ഡി എച്ചിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ്? മാക്സിമം വാല്യൂ ഓഫ് ഡെൽ എച്ച് ബൈ ഡി എസ് കോസ് 0. ഓക്കെ, സോ ദാറ്റ് സിംപ്ലി മീൻസ് നൗ ദ ഡെൽ എച്ച്, ഡി എസ് എന്താണ്? ആർബിട്രറി ആണ്, എങ്ങോട്ടെങ്കിലുള്ള ഒരു സ്മോൾ വെക്ടറാണ്. സോ സിംപ്ലി ദാറ്റ് മീൻസ് ഡെൽ എച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം. ഡെൽ എച്ചിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡെൽ എച്ചിൻ്റെ ഡയറക്ഷൻ വിൽ ബി മാക്സിമം ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയി എന്ന് വിചാരിക്കുക. മല കയറുന്നതിനിടയിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പെട്ടുപോയി. അപ്പോൾ നിങ്ങൾ അവിടെ ആ പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾ എന്തെടുക്കുകയാണ്? ഡെൽ എച്ച് കണ്ടുപിടിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഡെൽ എച്ച് കണ്ടുപിടിച്ചാൽ ദാറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം ചേഞ്ച് ഇൻ ഹൈറ്റ്. ദാറ്റ് ഗീവ്സ് ദ direction of maximum change in height. So that is the meaning of it. നിങ്ങളുടെ സ്കാലാർ ക്വാണ്ടിറ്റി, വാട്ട് എവർ സ്കാലാർ ക്വാണ്ടിറ്റി, ദാറ്റ് ക്വാണ്ടിറ്റി ഏത് ഡയറക്ഷനിലാണോ മാക്സിമം ചേഞ്ച് ഉണ്ടാകുന്നത് ആ ഡയറക്ഷനാണ് ആര് തരിക? ഡെൽ എച്ച് തരിക. അപ്പോൾ നിങ്ങൾ ആ സ്കാലാർ ക്വാണ്ടിറ്റി എച്ച് എന്ന് പറയുന്ന സ്കാലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എടുത്താൽ ഇറ്റ് സിംപ്ലി ഗീവ്സ് യു ദ ഡയറക്ഷൻ ഇൻ വിച്ച് എച്ച് ചേഞ്ചസ് മാക്സിമം ആൻഡ് ദ മോഡ് ഓഫ് ഇറ്റ് ഗീവ്സ് യു ദ ഹൗ മച്ച് ഇറ്റ് ചേഞ്ചസ്, എത്രമാത്രം
ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് എന്നതാണ് del H തരിക. സോ ദാറ്റ് ഈസ് ഇറ്റ്. നമ്മളിനി വേറെ കുറച്ചുകൂടി രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളൊരു റൂമിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്, ഓക്കെ എന്ന് വിചാരിക്കാം. നിങ്ങൾ റൂമിനകത്ത് അടഞ്ഞിരിക്കുകയാണ്. ആ റൂമിനകത്ത് പല സ്ഥലത്തും പല ടെമ്പറേച്ചറാണ്, ഓക്കെ, പല സ്ഥലത്തും പല ടെമ്പറേച്ചറാണ്. സംഹൗ ഇവിടെ നിങ്ങളൊരു AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഇവിടെ ഒരു ബർണർ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. സോ പല സ്ഥലത്തും പല ടെമ്പറേച്ചറാണ് എന്ന് വിചാരിക്കുക. നൗ ദ ടെമ്പറേച്ചർ, സപ്പോസ് സം ഫംഗ്ഷൻ ടെമ്പറേച്ചർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് XYZ. ഈ റൂമിലെ ഓരോ പോയിന്റിലും ടെമ്പറേച്ചർ വ്യത്യസ്തമാണല്ലോ. സോ നൗ ഐ ക്യാൻ സേ temperature is a function of X, Y and Z. Clear? Now, if you take the gradient at any point, that means del T. If you take del T at any point, it simply gives you the direction in which the temperature changes maximum. ഏത് ഡയറക്ഷനിലാണ് ടെമ്പറേച്ചർ മാക്സിമം ചേഞ്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ആ പോയിന്റിലെ del H എടുക്കുമ്പോഴാണ്. Clear? So now for the first time in your life you are seeing an operator which gives you some physical meaning in your life. നമ്മുടെ ഓരോ പോയിന്റിലും. അതുപോലെ നിങ്ങൾ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുടെ ഇപ്പോൾ പൊട്ടൻഷ്യൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പൊട്ടൻഷ്യലിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുന്നു. സോ ദാറ്റ് മീൻസ് സിംപ്ലി gives you the direction in which the potential changes maximum. ഏത് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ പൊട്ടൻഷ്യലിന് മാക്സിമം ചേഞ്ച് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഹൗ മച്ച് ഇറ്റ് ചേഞ്ചസ് എന്ന കാര്യം കൂടി വിശദമാക്കുകയാണ് ഈ ഗ്രേഡിയൻറ്റ് ഫങ്ഷൻ. സോ ഗ്രേഡിയൻറ്റ് means del operator acts on a scalar which gives you the direction of maximum change and magnitude of which is how much it changes. Clear? So I'll give you a problem in the assignment session. So try to do that problem so that you will understand the physical meaning of this problem very clearly. Okay, I'll stop it here. Okay, bye.